നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് ചില്ലറ അസ്വസ്ഥതയൊന്നുമല്ല സർക്കാരിനുണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ വലിയ തോതിൽ അത് വാർത്തയായി മാറി. കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലെയും ഏത് ജനറൽ ആശുപത്രിയിലെയും ഏത് താലൂക്ക് ആശുപത്രിയിലെയും തൽസ്ഥിതിയുടെ കൃത്യമായ നിർഭയമായ ഒരു വിവരണം മാത്രമാണ് ഡോക്ടർ ഹാരിസ് നടത്തിയത്. മന്ത്രിയും മുഖ്യമന്ത്രിയും സർക്കാരും CPM ഒക്കെ കേരളത്തിലെ പൊതുജനാരോഗ്യം മഹത്തായ സംഭവമാണെന്നും ഇവിടുത്തെ ആശുപത്രികളെ ഓർത്ത് അമേരിക്ക പോലും അസൂയ കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ടെങ്കിലും സ്ഥിതി അതീവ ദയനീയമാണ്. ആശുപത്രികളിൽ മരുന്ന് ലഭ്യമല്ല, ആവശ്യത്തിന് ബെഡുകളില്ല, ആവശ്യത്തിന് ഡോക്ടർമാരും നേഴ്സുമാരുമില്ല. അങ്ങനെ പാവപ്പെട്ട രോഗികൾ ഏറെ കഷ്ടപ്പെടുകയും വലയുകയും ചെയ്യുന്ന അവസ്ഥയിലാണ്. ഇത്തരം ആശുപത്രികളിലെ ഡോക്ടർമാർ അനുഭവിക്കുന്ന യാതനയ്ക്ക് കയ്യും കണക്കുമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾക്കൊക്കെ ചുവപ്പ് നാട അഴിക്കാൻ അവർ പുറകെ നടക്കണം. പരിചയമുള്ള വകുപ്പ് മേധാവികളും ആശുപത്രി മേധാവികളുമൊക്കെ വ്യക്തിപരമായി ഇത് പരാതിപ്പെടാറുണ്ട്. ആശുപത്രികൾക്ക് കോടികൾ അനുവദിക്കാറുണ്ടെങ്കിലും അവയൊക്കെ എങ്ങനെ അടിച്ചു മാറ്റാം എന്നതിൽ ഗവേഷണം നടത്തുന്ന വെള്ളാനകൾ കൊണ്ടുപോകും. പാവപ്പെട്ട രോഗികളുടെ ഏക ആശ്രയമായ മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രിയും ഒക്കെ അനാഥപ്രേതങ്ങളായി കഴിയും. ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലോ ജനറൽ ആശുപത്രിയിലോ ഒന്ന് പോയി സന്ദർശിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ അവിടുത്തെ ദുരിതങ്ങൾ. ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് രോഗികളെത്തും. ആശുപത്രിയിൽ മരുന്ന് ലഭ്യമല്ല. ശസ്ത്രക്രിയകൾ നടക്കണമെങ്കിൽ ആശുപത്രി ഉപകരണങ്ങൾ കൃത്യമായി പ്രവർത്തിക്കണം. തള്ളലിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഇതൊന്നും സാധിച്ചെന്ന് വരില്ല. പലപ്പോഴും ആശുപത്രികൾ മുമ്പോട്ട് പോകുന്നത് നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടെയാണ്. സർക്കാർ ആശുപത്രികൾക്ക് എന്തിന് പണം കൊടുക്കണം എന്ന ചോദ്യം നല്ലവരായ മനുഷ്യർ ചോദിക്കുന്നതിന് ഇത്തരം ഡോക്ടർമാർ മറികടക്കുന്നത് അവരുടെ നന്മ കൊണ്ടാണ്. PG പഠനം പൂർത്തിയാക്കി ഇറങ്ങിയാൽ കുറഞ്ഞത് 3 ലക്ഷം രൂപ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്ക് ശമ്പളം കിട്ടുന്ന സ്വകാര്യ ആശുപത്രികളുള്ള നാടാണിത്. കേവലം 2 വർഷത്തെ പരിചയമുള്ളവർക്ക് 6 ലക്ഷം രൂപ പോലും മാസം ശമ്പളം കൊടുക്കുന്ന ആശുപത്രികൾ ഇവിടെയുണ്ട്. അവിടെയാണ് റിട്ടയർമെന്റ് പ്രായത്തിൽ എത്തി നിൽക്കുന്ന ഒരു ഡോക്ടർ അയാളുടെ ഏറ്റവും പീക്കായ അവസ്ഥയിൽ 3 ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റുന്നത്. ആ 3 ലക്ഷം രൂപ ഖജനാവിൽ നിന്നും കൈപ്പറ്റുമ്പോൾ അതിനോട് കൂറു പുലർത്തണം എന്ന് വിശ്വസിക്കുന്ന ഡോക്ടർ ഹാരിസ് നിവൃത്തികെട്ട് സോഷ്യൽ മീഡിയയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത് തനിക്കെതിരെ നടപടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എന്ത് വൃത്തികേട് പറഞ്ഞാലും സംരക്ഷിക്കപ്പെടുന്നത് സർക്കാരിന് താല്പര്യമുള്ളവരാണ്. അല്ലെങ്കിൽ നിസ്സാരമായ ഒരു കമന്റ് ഇട്ടാൽ പോലും സസ്പെൻഡ് ചെയ്യപ്പെടും എന്നതിന്റെ തെളിവാണ് IAS-കാരനായ പ്രശാന്തിന്റെ ജീവിതം. നിയമവിരുദ്ധമായി 6 മാസത്തിലധികമായി സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ. എന്നിട്ടും സഹികെട്ട് ഈ ജോലി നിർത്തിപ്പോകുന്നതിന് മുൻപ് തന്റെ ജോലി നഷ്ടപ്പെട്ടാലും താൻ രക്തസാക്ഷിയായാലും എങ്ങനെയെങ്കിലും ആശുപത്രി സംവിധാനം മെച്ചപ്പെടുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതിയാണ് ഡോക്ടർ ഹാരിസ് പോസ്റ്റ് ഇട്ടത്. ഹാരിസിന്റെ വാക്കുകളിൽ തന്നെയുണ്ട് താൻ ഈ കടുംകൈ ചെയ്യുന്നത് വഴി അച്ചടക്ക നടപടിക്ക് വിധേയനായേക്കാം എന്ന് ആശങ്കപ്പെടുന്നുവെന്ന്. ഈ പണി മടുത്ത് നിർത്തിപ്പോവേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് സംഭവിച്ചാലും വരട്ടെ എന്ന് കരുതി പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റ് വലിയ സമ്മർദ്ദത്തിനൊടുവിൽ പിൻവലിച്ചെങ്കിലും താൻ പറഞ്ഞ നിലപാടിൽ തിരുത്തിയിട്ടില്ലെന്നും തന്റെ ബന്ധുവായ ഒരു CPM നേതാവ് നിർദ്ദേശിച്ചതനുസരിച്ച് താനങ്ങ് പിൻവലിച്ചതേ ഉള്ളൂ എന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഡോക്ടർ പറയുന്നു. ആശുപത്രിയിൽ നിരന്തരമായി ശസ്ത്രക്രിയകൾ മാറ്റിവെക്കപ്പെടുന്നു. ഈ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കപ്പെടുമ്പോൾ പലപ്പോഴും പല ജീവനുകളും നഷ്ടപ്പെടാറുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരു വിസിൽ ബ്ലോവർ ആയി രംഗത്ത് വന്നുകൊണ്ട് ഡോക്ടർ ഹാരിസ് സ്വയം രക്തസാക്ഷിയാവുന്നത് ഈ ആശുപത്രി സംവിധാനങ്ങൾ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതിയാണ്. ഹാരിസ് ഇങ്ങനെ എഴുതുന്നു: കൈക്കൂലി വാങ്ങാത്ത, ആരുടെയും ഔദാര്യത്തിന് വേണ്ടി നടുവളയ്ക്കാത്ത ഒരു സർക്കാർ ഡോക്ടറുടെ ജീവിതവും ഔദ്യോഗിക ജീവിതവും ഒട്ടുമേ സുഖകരമല്ല. ഔദ്യോഗിക ജീവിതത്തിൽ ഇന്ന് വരെ 1 രൂപ ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അത് ഉറപ്പുള്ളത് കൊണ്ടാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇത് എഴുതുന്നത്. ഇതുവരെ ഒരു സ്കാനിംഗ് സെന്ററിൽ നിന്നോ സ്വകാര്യ ലാബിൽ നിന്നോ 1 രൂപ കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ശരിയില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ എഴുതാം. കണ്ണൂർ മെഡിക്കൽ കോളേജ് മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫറിന് വേണ്ടി ആരുടെയും കൈയും കാലും പിടിച്ചിട്ടില്ല. ലോഡ്ജുകളിലും വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും ഒറ്റയ്ക്ക് പാചകം ചെയ്ത് വളരെ പരിമിതമായ സാഹചര്യങ്ങൾ സഹിച്ചാണ് 1997 മുതൽ ജോലി ചെയ്തത്. പ്രൈമറി സ്കൂൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ
സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങളുടെ ചെലവിൽ പഠിച്ചതിന് പ്രത്യുപകാരമായി അവരോടുള്ള നന്ദിയും കടപ്പാടും സർക്കാരിനോടുള്ള കടപ്പാടും മാത്രമാണ് പ്രചോദനം. ഒപ്പം പഠിച്ചിരുന്ന എല്ലാവരും സ്വകാര്യ വിദേശ ജോലികൾ സ്വീകരിച്ച് വലിയ സമ്പന്നരായപ്പോൾ ഞാൻ ഇന്നും വളരെ സാധാരണക്കാരനായി ജീവിക്കുന്നു. പണം സമ്പാദിച്ചില്ല എന്ന് യാതൊരു വിഷമവും എനിക്കില്ല. ഇന്നും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാപ്പകൽ ഓടി നടന്ന് ജോലി ചെയ്യുന്ന കാര്യം ആശുപത്രിയിൽ വന്നിട്ടുള്ള എല്ലാ രോഗികൾക്കും അറിയാം. പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട്. രോഗികളോടോ സഹപ്രവർത്തകരോടോ മറ്റോ നിയന്ത്രണം വിട്ടു പോകുമ്പോൾ ചെയ്യുന്നതാണ്. മനഃപൂർവ്വം ചെയ്യുന്നതല്ല എങ്കിലും അതൊരു തെറ്റാണ്. അത് മാത്രമാണ് എൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരേ ഒരു തെറ്റ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ തിങ്കളാഴ്ച രാവിലെ 3 മണിയോടെ കോട്ടയത്ത് പോകുമ്പോൾ രാവിലെ 4 മണിയുടെ ബസ്. ഇതിലൊക്കെ തള്ളി ഇടിച്ച് കയറി OP താമസിക്കരുത്, ധാരാളം ജനങ്ങൾ എന്നെ കാത്തു നിൽപ്പുണ്ട് എന്ന അവസ്ഥ മനസ്സിലാക്കി ഒരു OP ദിവസം പോലും മുടങ്ങാതെ, ഓപ്പറേഷനുകൾ മുടങ്ങാതെ, എൻ്റെ തെറ്റുകൊണ്ട് ഒരു മനുഷ്യനും ഒരു കുഴപ്പവും വരാതിരിക്കാൻ ഓടിപ്പാഞ്ഞ് നടന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അമ്മയുടെ മരണത്തിനനുബന്ധിച്ച് വൻ സാമ്പത്തിക പരാധീനതയിലായിപ്പോയ ഒരു സമയത്ത് കുറച്ചുകാലം വിദേശത്ത് പോയി ജോലി ചെയ്യേണ്ടി വന്നു. ഈ 56 വയസ്സിലും വർഷത്തിൽ 360 ദിവസമാണ് കഴിഞ്ഞ വർഷം ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്തത്. സപ്പോർട്ടില്ലാത്ത നിസ്സഹാവസ്ഥയിലാണ് ഇന്ന്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഒരുപക്ഷെ പുറത്തു പോകുകയോ പുറത്താക്കുകയോ ചെയ്തേക്കാം. മാസം 3.5 ലക്ഷം രൂപയിലേറെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന എനിക്ക് പൊതുജനങ്ങൾക്ക് അതനുസരിച്ച് തിരിച്ച് സേവനം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഡിപ്പാർട്ട്മെന്റ് മെച്ചപ്പെടുത്താൻ ഓടി ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാൻ ഞാനില്ല, പിരിച്ചുവിട്ടോട്ടെ. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയുടെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ്. ഇന്ന് നിരവധി ഓപ്പറേഷനുകളാണ് മാറ്റിവെക്കേണ്ടി വന്നത്. സ്വകാര്യ ആശുപത്രികളിൽ ഒന്നും പോകാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത 100 കണക്കിന് ജനങ്ങളാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ അഭയം തേടുന്നത്. തീവ്രമായ വേദനയോടെ ഗുരുതരമായ വൃക്കരോഗങ്ങളാൽ ഒക്കെ അവശരായി നിരവധി സാധാരണ ജനങ്ങൾ ചികിത്സയ്ക്കായി ഒരു വശത്ത്, എതിർവശത്ത് ഉപകരണങ്ങളുടെ ക്ഷാമം. അത് പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നിയമങ്ങളുടെ നൂലാമാലകൾ. നിസ്സഹായാവസ്ഥയിൽ ആകുന്നത് ഡോക്ടർമാരും വകുപ്പ് മേധാവിയും. 1 രൂപ പോലും പർച്ചേസിംഗ് പവർ ഇല്ലാത്ത വകുപ്പ് മേധാവി ഓഫീസുകൾ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞ് രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും അപേക്ഷിച്ചും സാഹചര്യങ്ങൾ വിശദീകരിച്ചും മടുത്തു. മാസങ്ങൾക്ക് മുൻപ് നൽകിയ അപേക്ഷയിൽ നടപടിയാകുകയോ ഉപകരണം വാങ്ങിത്തരികയോ ചെയ്യാത്തതിനാൽ ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തതിൽ ഒരാൾ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. എൻ്റെ മകന്റെ അതേ പ്രായം. ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് അവനോട് പറയുമ്പോൾ ലജ്ജയും നിരാശയുമാണ് തോന്നുന്നത്. ഇതുപോലെ എത്രയോ പേർ ഉപജീവനം നഷ്ടപ്പെടുത്തി ചികിത്സയ്ക്കായി ആഴ്ചകളോളം കിടക്കുന്നവർ, കൂടെ ഇരിക്കാൻ ബന്ധുക്കളില്ലാതെ കൂലി കൊടുത്ത് ആരെയെങ്കിലും ഒപ്പം നിർത്തുന്നവർ, ആരോടെങ്കിലും പണം കടം വാങ്ങിയും സ്വന്തം ഓട്ടോറിക്ഷയോ മറ്റോ ഈട് നിർത്തി ലോൺ എടുത്തും ചികിത്സയ്ക്ക് വരുന്നവർ, ബന്ധുക്കൾ അനാഥാലയങ്ങളിൽ തള്ളിയവർ, ലോട്ടറി കച്ചവടം ചെയ്തും വഴിയിൽ ഭിക്ഷയെടുത്തും ഒക്കെ വരുന്ന ധാരാളം പേർ. സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ പരിച്ഛേദമാണ് ദിവസവും ഞാൻ മെഡിക്കൽ കോളേജിൽ കാണുന്നത്. അവർക്ക് കൃത്യസമയത്ത് മികച്ച ചികിത്സ നൽകാൻ ഞാനും എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഡോക്ടർമാരും രാപ്പകൽ തയ്യാറാണ്. പക്ഷെ അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിലിന് മുന്നിൽ നിൽക്കുന്നു. പല രോഗികളും പണം പിരിച്ചെടുത്ത് ഉപകരണങ്ങൾ വാങ്ങിത്തരുന്നത് കൊണ്ടാണ് കുറെയെങ്കിലും ഓപ്പറേഷനും ചികിത്സയും നടന്നു പോകുന്നത്. മാസങ്ങളോളം രോഗികൾ ഓപ്പറേഷന് കാത്തിരിക്കുമ്പോൾ ദയവായി നിങ്ങൾ ഡോക്ടർമാരെ കുറ്റം പറയരുത്. നിങ്ങളുടെ വേദനയും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടോ കൈക്കൂലി തരാത്തത് കൊണ്ടോ അല്ല, പരിമിതികൾ മൂലമാണ്. പലരോടും അപേക്ഷിച്ച് നടന്നിട്ടും യാതൊരു പരിഹാരമില്ലാത്തത് കൊണ്ടാണ് പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു വകുപ്പ് മേധാവി എന്ന നിലയിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ജോലി രാജിവെച്ചു പോയാലോ എന്ന ചിന്ത ശക്തമായി മനസ്സിൽ വരുന്നു. ഹാരിസ് ചിറക്കൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വകുപ്പ് മേധാവി. കേരളത്തിന്റെ ആരോഗ്യ വ്യവസ്ഥയുടെ തനി നിറം വ്യക്തമാക്കുന്നതാണ് ഈ കുറിപ്പ്. ഒരു ഡോക്ടർ എത്ര കഷ്ടപ്പെട്ടാലും സർക്കാർ വിചാരിച്ചില്ലെങ്കിൽ രോഗിക്ക് ന്യായമായ ചികിത്സ കൊടുക്കാൻ കഴിയില്ല. അഴിമതിക്കും കൈക്കൂലിക്കും പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങാനും ഒക്കെ സാഹചര്യം ഉണ്ടായിട്ടും അത് വേണ്ടെന്ന് വെച്ച് ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നല്ലവരായ ഡോക്ടർമാരുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് എന്ത് സംഭവിച്ചാലും സംഭവിക്കട്ടെ എന്ന് കരുതി തുറന്നു പറയാൻ ഡോക്ടർ ഹാരിസ് കാണിച്ച തന്റെ ഇടത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. മന്ത്രി വീണ ജോർജിനെ ഇത് വല്ലാതെ നോവും. അണിഞ്ഞൊരുങ്ങി തലമുടി ഭംഗിയായി ഒതുക്കിക്കെട്ടി അച്ചടി ഭാഷയിൽ സംസാരിച്ച് നടക്കുന്ന മന്ത്രി വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വകുപ്പിന് കീഴിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് ജനം അറിയുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. ഹാരിസിന്റെ മേൽ ഇനി സൈബർ ആക്രമണവും പുറത്താക്കലുമായിരിക്കും ബാക്കിയാവുക.
CPM-കാർ അതല്ലാതെ നല്ലതൊന്നും ചെയ്ത് ഇതുവരെ പഠിച്ചിട്ടില്ല. ഇങ്ങനെയെല്ലാം സഹിച്ച് രോഗികളുടെ ശാപമേറ്റ് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം തുറന്നു പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതാണ് എന്ന് തോന്നിയ ഡോക്ടർ ഹാരിസ് ഈ നാടിന് ചെയ്തത് വലിയൊരു സേവനമാണ്. ഇനിയെങ്കിലും സർക്കാരിനും മന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും കണ്ണു തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് ഇരുട്ടാക്കി ഡോക്ടർ ഹാരിസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വഴി ഈ നാടിന് ഒരു ഗുണവുമില്ല എന്ന് ഇനിയെങ്കിലും മുൻ മാധ്യമ പ്രവർത്തക കൂടിയായ മന്ത്രി വീണ ജോർജ് തിരിച്ചറിയുക.